നമസ്കാരം. ദേശീയ തലത്തിൽ ധാരാളം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇലക്ഷനാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും. തമിഴ്നാട്ടിൽ ഇന്ന് ഒറ്റഘട്ടമായും പശ്ചിമ ബംഗാളിൽ രണ്ട് ഘട്ടമായി നടക്കുന്നതിന്റെ ഒന്നാം ഘട്ടം ഇന്ന് നടക്കുകയാണ്. ഇത് ദേശീയ തലത്തിൽ സൃഷ്ടിക്കുന്ന ഓളങ്ങൾ ചെറുതല്ല. ഇന്ത്യ സഖ്യത്തിനകത്ത് നിന്നുകൊണ്ട് BJP പ്രതിരോധിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും സ്റ്റാലിന്റെ DMK-യും. ഈ രണ്ട് പാർട്ടികളും തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ ഭരണപക്ഷത്ത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളവും BJP-യെ സംബന്ധിച്ചിടത്തോളവും ഈ ഇലക്ഷൻ നിർണായകമാണ്. തമിഴ്നാട്ടിൽ DMK-യും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും തോറ്റു കിട്ടേണ്ടത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. കാരണം പാർലമെന്റിൽ BJP-യെ പ്രതിരോധിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് അല്ല, DMK-യും തൃണമൂൽ കോൺഗ്രസുമാണ്. ഇക്കഴിഞ്ഞ ദിവസം BJP പാർലമെന്റിൽ അവതരിപ്പിച്ച മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർത്തു തോൽപ്പിച്ചത് കോൺഗ്രസ് മാത്രമല്ല, അതിനുവേണ്ടി ശക്തിയുക്തം നിന്നത് DMK-യും തൃണമൂൽ കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന്റെ കൂടെയുണ്ട് DMK-യും തൃണമൂൽ കോൺഗ്രസും. BJP അതുകൊണ്ട് തന്നെ മമതയുടെ സർവനാശം ആഗ്രഹിക്കുന്നു. പശ്ചിമ ബംഗാളിൽ മോദിയും അമിത്ഷായും പല പ്രാവശ്യം പറന്നിറങ്ങി പ്രചരണത്തിനായി നാടിളക്കി പ്രചരണം നടത്തി. കാരണം ഇത്തവണ വിജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. 2011 മുതൽ മമത അടക്കി വാഴുകയാണ് പശ്ചിമ ബംഗാളിൽ. കഴിഞ്ഞ 15 വർഷമായി. ഇത്തവണ BJP അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു, സുവേന്ദു അധികാരിയുടെ പിൻബലത്തിൽ. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CPM-ഉം കോൺഗ്രസും സംപൂജ്യരാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യം മമതയ്ക്കോ BJP-ക്കോ ഇല്ല. മമതയും BJP-യും അവിടെ നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അല്ലെങ്കിൽ മമതയും NDA-യും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത്. മമത കളം വിട്ടൊഴിയേണ്ടത് BJP-യുടെ ആവശ്യമായതിന്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, പശ്ചിമ ബംഗാളിൽ മാത്രമല്ല മമതയുടെ പ്രഭാവം, ഇങ്ങനെ പാർലമെന്റിലുമുണ്ട്. 29 ലോക്സഭാ സീറ്റുകളാണ് പാർലമെന്റിൽ മമതയ്ക്കുള്ളത്. അതൊരു ചെറിയ സംഖ്യയൊന്നുമല്ല. വോട്ടെടുപ്പുകൾ നടക്കുമ്പോൾ ഈ 29 എന്ന സംഖ്യ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് SIR നടപ്പിലാക്കുന്നതിന്, അതും പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുന്നതിന് മോദി അമിത്ഷാ സഖ്യം എത്രയും ശക്തമായി മുന്നിട്ട് നിന്നത്. SIR-ലൂടെ ഏകദേശം 1 കോടി വോട്ടർമാർ പുറത്തായി കഴിഞ്ഞു. അത് മമതയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. കാരണം കഴിഞ്ഞ തവണ BJP-യും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വോട്ടിന്റെ അന്തരം വെറും 60 ലക്ഷത്തിനകത്ത് മാത്രമാണ്. പക്ഷേ SIR-ലൂടെ പുറത്തായത് വിദേശികളാണ്, ബംഗ്ലാദേശികളാണ് എന്നാണ് BJP-യുടെ പക്ഷം. അങ്ങനെയാണെങ്കിൽ പുറത്താകുക തന്നെ വേണം. ഇന്ത്യൻ പൗരന്മാരായി മറ്റൊരു രാജ്യക്കാരൻ വന്ന് വോട്ട് നിർണയിക്കാൻ പാടില്ല. പക്ഷേ അത് മമതയ്ക്കുണ്ടാക്കുന്ന ആഘാതവും ചെറുതല്ല. ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളിൽ 77 സീറ്റുകളുണ്ട് BJP-ക്ക്. കണക്കുകൂട്ടലുകളും കുറയ്ക്കലുകളുമായി BJP-യും മമതയും മുന്നിൽ തന്നെയുണ്ട്. വിജയം ഇരുപക്ഷവും അവകാശപ്പെടുന്നു. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഒരു വിഷയമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ ബംഗാളിലും ത്രിപുരയിലും പുറത്തായ CPM-ന് പിന്നീട് ഒരിക്കലും ആ സംസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ ഇത്തവണ മമതയെ പുറത്താക്കാൻ BJP-ക്ക് സാധിച്ചാൽ വീണ്ടും ഒരു തിരിച്ചുവരവ് അവിടെ അസാധ്യമാണ് മമതയ്ക്ക്. കാരണം BJP നിലവിൽ നേടിയ സംസ്ഥാനങ്ങളൊന്നും തന്നെ മറ്റൊരു പാർട്ടിക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് തിരിച്ചറിയാവുന്ന മമത തന്റെ സർവശക്തിയും ഉപയോഗിച്ച് BJP-യെ പ്രതിരോധിക്കുക തന്നെയാണ്. വിജയം തന്നെയാണ്, അന്തിമ വിജയം തന്നെയാണ് മമതയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ BJP-ക്കും. നമ്മളിങ്ങ് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് വന്നാൽ DMK-യാണ് ഭരണത്തിൽ. സ്റ്റാലിൻ സർവാധിപതിയായി ഭരിക്കുകയാണ്. എതിർവശത്ത് BJP അത്ര ശക്തമൊന്നുമല്ല. പക്ഷേ AIADMK-യോട് ചേർന്ന് NDA മുന്നണിയായി മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയൊരു പ്രതിഭാസം വന്നിട്ടുണ്ട്, വിജയ്.
ജോസഫ് വിജയ് എന്ന വിജയ് അവിടെ തിരയിളക്കം നടത്തുകയാണ്. തന്റെ താരമൂല്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ DMK മുന്നണി, AIDMK മുന്നണി അല്ലെങ്കിൽ NDA മുന്നണി, മൂന്നാമത് വിജയിന്റെ TVKയും ശക്തമായ മത്സരം. വിജയ് വിജയിക്കും എന്ന് അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വിജയ് പിടിക്കുന്ന വോട്ടുകൾ അവിടത്തെ ഭരണം പിടിച്ചെടുക്കുന്നതിൽ വളരെ നിർണായകമാണ്. വിജയിന്റെ റോഡ് ഷോകളിൽ, പ്രചാരണങ്ങളിൽ വൻ ജനക്കൂട്ടം തന്നെയാണുള്ളത്. അത് താരത്തെ കാണാനാണ് എന്ന് AIDMKയും DMKയും പരിഹസിക്കുന്നു. പക്ഷേ വിജയിന്റെ പ്രഭാവം തിരിച്ചറിയണമെങ്കിൽ ഈ റിസൾട്ട് മെയ് 4-ാം തീയതി പുറത്തു വന്നാൽ മാത്രമേ കഴിയൂ. കാരണം വിജയിന്റെ പരിപാടികളിൽ വരുന്ന ജനക്കൂട്ടം അത്ര വലുതാണ്. അത് AIDMKയിൽ നിന്നാണോ അല്ലെങ്കിൽ NDA സഖ്യത്തിൽ നിന്നാണോ DMK സഖ്യത്തിൽ നിന്നാണോ കോട്ടമുണ്ടാകുക എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകസഭയിൽ തമിഴ്നാട്ടിൽ നിന്ന് 39 സീറ്റുണ്ട്. പശ്ചിമ ബംഗാളിൽ 29 സീറ്റേ ഉള്ളൂ. തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട്. സമ്പൂർണ്ണ ആധിപത്യമാണ് ലോകസഭയിൽ DMKക്ക്. തമിഴ്നാട്ടിലെ DMKയുടെ പരാജയം മോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നതിന് കാര്യം മറ്റൊന്നുമല്ല. തമിഴ്നാട്ടിലെ വിജയം മാത്രമല്ല BJP പ്രതീക്ഷിക്കുന്നത്, ലോകസഭയിലെ DMKയുടെ പരാജയം കൂടിയാണ്. കാരണം ഇത്തവണ DMKയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന ലോകസഭാ സീറ്റുകളിൽ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെ NDA സഖ്യം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ തോൽക്കേണ്ടത്, DMK സഖ്യം തോൽക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. തമിഴ്നാട്ടിലേക്ക് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ആവശ്യമാണ്. ഈ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കോൺഗ്രസോ CPM അത്ര വലിയ ശക്തിയൊന്നുമല്ല. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കാം, സംപൂജ്യരാണ്. ഇവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ റിസൾട്ട് കൂടി വരണം. നമ്മുടെ സംസ്ഥാനത്തെ റിസൾട്ടും ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കാരണം BJPക്ക് എത്ര ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. ഇത്തവണ ഭരിക്കാനുള്ള മുന്നണിയായി NDA ആരും കണക്കാക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, LDFന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, കനൽത്തരി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആളിക്കത്താനുള്ള കനൽത്തരി ഇതുകൂടി കെട്ടുപോകുമോ എന്നുള്ള പേടിയിലാണ് CPM. ഇത്തവണ CPMനെ സംബന്ധിച്ച് കേരളത്തിൽ വിജയിച്ചില്ല എങ്കിൽ കനൽത്തരി പോലും ഇല്ലാതാകും. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഇടതുപക്ഷം CPM ഭരണത്തിലില്ലാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെ ശത്രുക്കൾ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷം ഭരണത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിരുന്നു. ഇനിയും ഒരു 5 വർഷം കൂടി മാറി നിൽക്കാനുള്ള കരുത്തില്ല, ബാല്യമില്ല കോൺഗ്രസിന്. ഇത്തവണ ഭരണം കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസും കേരളത്തിൽ അപ്രസക്തമാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കേരളത്തിലെ വിജയം വളരെ പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിജയം പ്രധാനമാകുന്നത് തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നുള്ളതിൽ മാത്രമാണ്. വോട്ടിംഗ് ശതമാനവും സീറ്റുകളുടെ എണ്ണവും 20 സീറ്റ് വരെ BJP ആഗ്രഹിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രവചനങ്ങളിൽ 5 അതിൽ താഴെയോ മാത്രമാണ്. പക്ഷേ 5 സീറ്റ് കിട്ടിയാൽ പോലും BJP പറയുന്നത് പോലെ തൂക്കുമന്ത്രിസഭ വന്നാൽ BJP ഇവിടെ നിർണായക ശക്തിയായി മാറും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതുപോലെ പശ്ചിമ ബംഗാളിലെയും ഇലക്ഷൻ അതാത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇലക്ഷനാണ്. മെയ് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. ആര് വിജയിക്കും, ആരൊക്കെ അടിപതറും, ആരൊക്കെ കിരീടമണിയും, ആരൊക്കെ പാടെ പരാജയപ്പെടും, ആരൊക്കെ ശക്തി തെളിയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.